ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോഴേ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 500 ml പാലാണ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് പാലെടുത്ത് മാറ്റി വയ്ക്കുക, അതും വേറൊരു ആവശ്യത്തിനാണ്. സ്റ്റൗ കത്തിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പാല് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിനി വേറൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മാറ്റി വെച്ചില്ലേ നേരത്തെ, ആ പാല് ഇതിലിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട്. നമുക്കിനി ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പാലിപ്പോൾ ഇവിടെ തിളച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ. അടിക്ക് പിടിക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇനി ഈ വാനില ഫ്ലേവർ ഇല്ലാത്ത കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ കുറച്ച് ഏലക്കയോ അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസോ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നല്ല തിക്കായിട്ട് നല്ലൊരു ഫോമിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നല്ലോണം ഒന്ന് തണുക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടല്ലോ. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം തിക്കാവാനും പാടില്ല. ഇനി നമുക്കിവിടെ ഫ്രൂട്ട്സാണ് ചേർക്കേണ്ടത്. കുറച്ചധികം ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് മാത്രമല്ല, നട്ട്സും ചേർക്കാവുന്നതാണ്. ബദാം, കപ്പലണ്ടി, കാഷ്യൂ, പിസ്ത ഇങ്ങനെയൊക്കെ ഉള്ളതും ചേർത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് മുന്തിരിങ്ങ, മാതളം, ആപ്പിള്, നേന്ത്രപ്പഴം, കപ്പലണ്ടി, ഇത്രയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ കൂടുതൽ ഇഷ്ടം അത് നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയും നല്ല തിക്കായിട്ട് നല്ല കട്ടിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അല്പം കൂടെ ഒന്ന് ലൂസാവും കേട്ടോ. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ ലൂസായിട്ട് തയ്യാറാക്കി എടുക്കരുത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്നതല്ലേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല അടിപൊളി ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതൊന്ന് തയ്യാറാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.